ഹലോ, ഇപ്പോൾ എല്ലാവരും സുഖമായിരിക്കും വിശ്വസിക്കുന്നു. ഞാൻ ഷിയ പ്രഭു. എതിർലിംഗത്തിൽപ്പെട്ടവരോട് ഒരാകർഷണം തോന്നുക എന്നുള്ളത് തികച്ച സ്വാഭാവികമായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടും ഇഷ്ടമൊക്കെ തോന്നാം. അത് ചിലപ്പോൾ പ്രണയമായിട്ട് മാറാം. അപ്പോൾ ആ ഒരു പുരുഷന് ചിലപ്പോൾ സ്ത്രീയോട് തോന്നുന്നൊരു ഇഷ്ടം എന്ന് പറയുന്നത് ചിലപ്പോൾ അവളുടെ സ്വഭാവം കണ്ടിട്ടോ അല്ലെങ്കിൽ നോട്ടം, കണ്ണ്, മൂക്ക് എന്ന് തുടങ്ങിയ ഫീച്ചേഴ്സുകളൊക്കെ കണ്ടിട്ടായിരിക്കാം ഒരുപക്ഷെ ഒരു ആകർഷണം തോന്നുന്നത്. പുരുഷൻ പലപ്പോഴും സൂക്ഷ്മമായിട്ട് തന്നെയായിരിക്കാം സ്ത്രീകളെ കാണുമ്പോൾ വെച്ചിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് പുരുഷൻ ഒരു സ്ത്രീയെ കാണുമ്പോൾ പെട്ടെന്ന് ആകൃഷ്ടരാകുന്നതും അതുപോലെ തന്നെ അവരായിട്ട് പ്രണയത്തിലാവാനായിട്ടും ആഗ്രഹിക്കുന്നത് എന്നാണ് നോക്കുന്നത്. പുരുഷന് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സ്ത്രീയുടെ ചിരി എന്ന് പറയുന്നത്. ആ ചിരി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നിഷ്കളങ്കമായിട്ടുള്ളതായിരിക്കണം, അല്ലെങ്കിൽ വളരെ സത്യസന്ധമായിട്ടുള്ള, മനസ്സിൽ ഒന്നും വയ്ക്കാതെ, അതായത് മനസ്സിൽ എന്താണോ തോന്നിയത്, മനസ്സിൽ തോന്നുന്ന സന്തോഷം അങ്ങനെ തന്നെ പ്രകടിപ്പിക്കുക, എക്സ്പ്രസ് ആവുന്ന തരത്തിലുള്ള ചിരി എപ്പോഴും പുരുഷനെ ഒരുപാട് ആകർഷിക്കുന്നതായിട്ട് കാണാറുണ്ട്. അതായത് ഇപ്പോൾ അത്രയ്ക്ക് ചിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ ചിരി കണ്ണുകളിൽ കൂടി പ്രകടമാവുന്ന പലരെയും കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ചിരിയാണ് പുരുഷന് എപ്പോഴും കൂടുതൽ. ചിരി എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. അത് മറ്റുള്ളവർ കൂടി, കാണുന്നവർ കൂടി കണ്ണിന് ആനന്ദം നൽകുന്നതാണ് ചിരി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് സത്യസന്ധത, നിഷ്കളങ്കവുമായിട്ടുള്ള സ്ത്രീയുടെ ചിരി എന്ന് പറയുന്നത്. ചിരി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ പുരുഷനെ ആകർഷിക്കുന്നതാണ് സ്ത്രീയുടെ കണ്ണ് എന്ന് പറയുന്നത്. ഈ കണ്ണിൽ എന്ന് പറയുന്നത് എന്താ പറയുക, വളരെയേറെ ആകർഷണം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പുരുഷനിൽ. കണ്ണെന്ന് പറയുന്ന ഒരു എന്താ പറയണേ, മനസ്സിൻ്റെ ഒരു ജാലകം, അതായത് മനസ്സിലേക്കുള്ള ഒരു ജാലകം എന്നാണ് കണ്ണിനെ വിശേഷിപ്പിക്കുന്നത് എപ്പോഴും. എന്നുവെച്ചാൽ നമ്മുടെ മനസ്സിൽ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങൾ എന്താണ് എന്ന് ഒരു സ്ത്രീയുടെ കണ്ണിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സ്ത്രീയുടെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കുന്നു, വളരെ നേരം കണ്ണിലേക്ക് നോക്കി തന്നെ സംസാരിക്കുന്നു എങ്കിൽ ആ സ്ത്രീയിൽ ഒരു പുരുഷൻ അട്രാക്റ്റഡ് ആയിട്ടാണ് അങ്ങനെ സംസാരിക്കുന്നതാണെന്നാണ് പറയുന്നത്. സ്ത്രീയിൽ ഏറ്റവും കൂടുതലായിട്ട് പുരുഷൻ ഈ മുൻപറഞ്ഞ രണ്ട് കാര്യങ്ങളൊക്കെയും കൂടുതൽ നോക്കുന്നത് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അപ്രോച്ച്, അതുപോലെ തന്നെ അവരോടുള്ള ബിഹേവ്സ്, പെരുമാറ്റ രീതിയും സമീപനങ്ങളും എങ്ങനെയാണ്. അത് പെരുമാറ്റ രീതിയും സമീപനത്തിനെ ആശ്രയിച്ചിരിക്കും ഒരു സ്ത്രീയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അവർ മറ്റുള്ളവർ സ്നേഹത്തോടും ദയാവായ്പോടും കൂടി കാരുണ്യത്തോടും കൂടിയിട്ടാണ് പെരുമാറുന്നത് എങ്കിൽ അത് പുരുഷൻ്റെ ഹൃദയത്തിലേക്ക് നേരിട്ട് കയറി ചെല്ലുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നുവെച്ചാൽ വളരെയേറെ നല്ല ഭംഗിയുള്ളൊരു രൂപവും പക്ഷേ ക്യാരക്ടർ മോശമാണെങ്കിൽ തീർന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും പുരുഷനെ ആകർഷിക്കുന്ന ഒരു ക്വാളിറ്റീസ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ദയാവായ്പോടും കാരുണ്യത്തോടും അതുപോലെ തന്നെ സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റവും അതുപോലെ തന്നെ സമീപനങ്ങളുമാണ്. നടത്തത്തിലൊക്കെ എന്തുണ്ട് കാര്യം എന്ന് ചോദിക്കും. പക്ഷേ നടത്തത്തിലുണ്ട് കാര്യം എന്ന് പറയുന്നത്. പുരുഷന്മാരും ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീയുടെ നടത്തം എന്ന് പറയുന്നത്. ഒരു സ്ത്രീയുടെ കോൺഫിഡൻസോടുകൂടിയുള്ള നടത്തത്തിൽ തന്നെ അവളുടെ കോൺഫിഡൻസ് ലെവൽ എന്തുമാത്രം ഉണ്ട് എന്ന് വെളിവാകുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ചിലരെ കണ്ട് വളരെ അലസമായിട്ടൊക്കെ നടക്കുന്നവർ, അപ്പോൾ അവരിൽ കോൺഫിഡൻസ് ലെവൽ തീരെ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. നമ്മളുടെ എന്ത് നടത്തത്തിലും നിപ്പിലും എല്ലാം തന്നെ നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ തെളിയിക്കുന്ന രീതിയിൽ, വ്യക്തമാക്കുന്ന രീതിയിലായിരിക്കും ചില സ്ത്രീകളുടെ നടപ്പൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള സ്ത്രീകളോട് പുരുഷന്മാർക്ക് പെട്ടെന്ന് തന്നെ ഒരു ആകർഷണം തോന്നുന്നതായിട്ട് പറയപ്പെടുന്നു. ഞാനിപ്പോൾ മുടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയും, മുടിയിലൊക്കെ എന്ത് കാര്യം എന്ന് പറയും. പക്ഷേ എന്നാൽ പോലും തങ്ങൾ വിവാഹം കഴിക്കാൻ അല്ലെങ്കിൽ തങ്ങൾ ഇഷ്ടപ്പെടുന്ന കുട്ടിക്ക് മുടി ഉണ്ടായിരിക്കണമെന്ന് കാഴ്ചപ്പാടിന് അങ്ങനെ അല്ലാത്തവരും ഉണ്ടാവാം, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഒട്ടുമിക്ക പുരുഷന്മാർക്കും ആഗ്രഹം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് എപ്പോഴും മുടിയുള്ളതിന്, മുടി കുറവുള്ള സ്ത്രീകൾക്ക്, കുറവുള്ളവരെ ഇഷ്ടമുള്ളവരും ഉണ്ടാവാം, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഒട്ടുമിക്ക പുരുഷന്മാർക്കും മുടിയുള്ള സ്ത്രീകളോട് വളരെയേറെ ഇഷ്ടമാണ്. അത് നല്ല രീതിയിൽ പരിപാലിക്കുകയും അത് കാത്തു സൂക്ഷിച്ച് കൊണ്ടു നടക്കുകയും ചെയ്യുന്ന സ്ത്രീകളിലേക്ക് പുരുഷന്മാർക്ക് വളരെയേറെ ഇഷ്ടമാണ്. ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന, അല്ല ആത്മവിശ്വാസമുള്ള സ്ത്രീകളെ പുരുഷന്മാർക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവരുടെ ആത്മവിശ്വാസം കൊണ്ട് തന്നെ അവർക്ക് എന്ത് കാര്യവും നേടിയെടുക്കാൻ കഴിയും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം പുരുഷന്മാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളവരിലേക്ക് പുരുഷന്മാർ പെട്ടെന്നൊരു ആകർഷണം കാണിക്കുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ സ്വതന്ത്ര ചിന്തയോടുകൂടി, അതായത് സ്വന്തം വ്യക്തിത്വത്തെ അടിയറ വയ്ക്കാതെ സ്വന്തം കാര്യം നേടിയെടുക്കാൻ സ്വന്തം കാലിൽ നിൽക്കുന്നവർ പുരുഷന്മാർക്ക് വളരെയേറെ ഇഷ്ടമാണ്. അതിലൂടെ അവരുടെ സ്വതന്ത്ര ശക്തിയെ
ഇത്രയൊക്കെയാണ് അവരെ തെളിയിക്കുന്നത്. ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആർജവം അവരെപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും ഇത്തരത്തിലുള്ള സ്ത്രീകൾ. അവർക്കും പുരുഷന്മാരുടെ ഇടയിൽ വളരെയേറെ ആകർഷണം തന്നെയാണ്. ലാളിത്യം വിനയം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചിരിക്കും. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ലാളിത്യമോ, പക്ഷേ നിങ്ങൾക്ക് മനസ്സ് തുറന്ന് നിങ്ങളോട് തന്നെ ചോദിച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം എന്ന് പറയുന്നത് ഇപ്പോഴും പറയുക അല്ല, എന്താ പറയുക, ഭയങ്കര ബോൾഡായിട്ടുള്ള ന്യൂജൻ കുട്ടികളുടെ രീതികളൊക്കെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ പോയി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടാനായിട്ട് ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ എപ്പോഴും നല്ല വിനയത്തോടുകൂടിയും അതുപോലെ അതൊരു സിമ്പിളായിട്ടുള്ള ലൈഫ് നയിക്കുന്നവരും ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒട്ടുമിക്ക പുരുഷന്മാരും. അതുപോലെ തന്നെ നർമ്മബോധം കൈമുതലായിട്ടുള്ളവർ. ഇപ്പോൾ ഏത് സ്ട്രെസ്സിനെയും നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ എത്ര ഒരു സ്ട്രെസ്സ് പിടിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും വളരെ ഹ്യൂമർ സെൻസോട് കൂടിയിട്ടുള്ള ഒരു ടോക്കിലൂടെ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് നമുക്ക് സഹായിക്കും. അപ്പോൾ തമാശ പറയാനും അത് ആസ്വദിക്കാനും കഴിവുള്ള സ്ത്രീകളെയും പുരുഷന്മാർക്ക് വളരെയേറെ ഇഷ്ടമാണ്. ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങൾക്ക് വളരെയേറെ മൂല്യം കൽപ്പിക്കുകയും വില കൽപ്പിക്കുകയും ചെയ്യുന്ന സ്ത്രീകളോട് പുരുഷന് പ്രത്യേക ആകർഷണം തന്നെയുണ്ട്. അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളെ ബുദ്ധിപരമായ രീതിയിൽ അതിൽ വിലയിരുത്തുകയും അത് ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പുരുഷൻ്റെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്ത്രീകളോട് പുരുഷന്മാർക്കൊരു പ്രത്യേക ഇഷ്ടം തന്നെയുണ്ട്. അവരെ എന്ന് പറയുന്നത് എന്ത് കഠിന പരിശ്രമം ചെയ്താണെങ്കിൽ കൂടിയും അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തൻ്റെ ബുദ്ധിയും അതുപോലെ തന്നെ വർക്കും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ അതിനു വേണ്ടിയിട്ട് അവർ എന്ത് തരത്തിലുള്ള കഠിന പ്രയത്നം ചെയ്യാനും അവർക്ക് യാതൊരു വിധത്തിലുള്ള മടിയുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എന്ത് കാര്യങ്ങളും ബുദ്ധിപൂർവ്വം നേരിടുന്ന, അതിൽ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളോട് പുരുഷന്മാർക്ക് വളരെയേറെ ഇഷ്ടം തന്നെയാണ്. ഇത്രയൊക്കെയുള്ളൂ വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് പെട്ടെന്ന് ആകർഷണം തോന്നുന്നത് അല്ലെങ്കിൽ പെട്ടെന്നൊരു ഇഷ്ടം തോന്നുന്നത്, പ്രണയം തോന്നുന്നത് ഇത്തരത്തിലുള്ള പ്രണയം തോന്നുവാനായിട്ടും പുരുഷന്മാർ സ്ത്രീകളിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.